ഉറക്കത്തിൽ എഴുതിച്ച് ചോദിച്ചാലും എനിക്ക് പാകത്തിലൊക്കെ ശബ്ദങ്ങളായിരുന്നു നമ്മുടെ ഓലത്തറയ്ക്കൽ അമ്മച്ചി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളും. അപ്പൊ നമ്മളിൽ നിന്നും വേറോട്ട് പോയ വിദ്യാർത്ഥിച്ചാൽ ഇപ്പോ ഇവിടെ നിന്ന് അവതരിച്ചാൽ നിങ്ങളൊന്ന് ഉഷാറാവും, ഞാനും ഉഷാറാവും. അതിനുശേഷം നമുക്ക് വാക്കിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ പുതുതലപ്പിള്ളായി റേഡിയോ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, പഴയകാല റേഡിയോ ഈ യുവതലമുറയ്ക്ക് അവതരിപ്പിക്കാൻ അവസരം കേട്ട. അപ്പൊ നമുക്കൊരു പഴയകാല റേഡിയോ വാർത്തയിലേക്ക് പോകാം. ആകാശവാണി തിരുവനന്തപുരം കോട്ടപ്പുറം കൊച്ചി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ശ്രീപെരുമ്പുത്തൂരിൽ വെച്ച് കണ്ണൂർ എന്ന നെൽമൊഴി മനുഷ്യബോധമായി കൊലപ്പെടുത്തി രാജീവ് ഗാന്ധിയുടെ കാലിൽ തുടങ്ങുന്ന വ്യാജേന പൊതിയുകയും അരയിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയുമായിരുന്നു. ഇതായിരുന്നു അന്നത്തെ ശൈലിയിൽ റേഡിയോ വാർത്ത പരിപാടികൾ. ഇത് ഇന്നത്തെ നമ്മുടെ സമകാല സംഭവങ്ങളിലേക്ക് നിന്ന് മാറ്റി ചിന്തിച്ചാൽ എങ്ങനെ വാർത്ത ഇന്ന് റേഡിയോ ഉണ്ടെങ്കിൽ പോകാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം, മേലവി മിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലപ്പുഴ ചൂണ്ടി റോഡിലെ കട്ടറിൽ വീണ കാട്ടാനയ്ക്ക് ഗുരുതര പരിക്ക്. പ്ലാസ്റ്റിക് സർജറി ചെയ്താലേ തുപ്പിക്കൈ നേരെയാക്കാൻ കഴിയും എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. ഘട്ടറിൽ വീണ ആനയുടെ ചികിത്സയ്ക്കായി 1,00,00,000 കോടി രൂപ വകയിരുത്തി തമിഴ്നാട് വനം വകുപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്ത SIR ഫോം ഫില്ല് ചെയ്യാൻ പോയ കോയാക്കയെ പട്ടി കടിച്ചു. കടികൊണ്ട കോയാക്ക പട്ടിയെ തിരിച്ചു കടിച്ചു. പട്ടിയെ കടിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും അംഗീകരിക്കാൻ ആവില്ലെന്നും സംസ്ഥാന പട്ടിക്ഷേമ അധ്യക്ഷ ശ്രീമതി ഡാഷ്ഫണ്ട് തിലോത്തമ അഭിപ്രായപ്പെട്ടു. മലപ്പുറം തിരൂരിൽ SIR ഫോം ഫില്ല് ചെയ്ത് ബില്ലും നോക്കിയ ഭ്രാന്തായ ബില്ലോ ഫോം ഫില്ല് ചെയ്യാൻ വന്ന വോട്ടർമാരെ തുണിതുക്കി കാണിച്ചത് ക്യാമ്പിൽ സംഘർഷത്തിന് ഇടയാക്കി. കണ്ണൂരിൽ SIR ഫോം ഫില്ല് ചെയ്യാൻ പോയ ബില്ലുകളെ സഹായിച്ച വാർഡ് മെമ്പറായ വീട്ടമ്മ അവസാനം ബില്ലുകൾക്കൊപ്പം ഒളിച്ചോടി. ഈ മെനകെട്ട ഫോം കൊണ്ട് ആകപ്പാടെ ഒരു ഗുണം കിട്ടിയത് തനിക്കാണെന്നും ഫോം കണ്ടുപിടിച്ചവരോട് തീർക്കാൻ തീരാത്ത കടപ്പാടുണ്ടെന്നും ഒളിച്ചോടിയ വീട്ടമ്മയുടെ ഭർത്താവ്. ഫോമിനേക്കാൾ തലവേദനയാണ് തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നമ്മുടെ ലേറ്റസ്റ്റ് വാർത്ത അതുപോലെ ശൈലിയുടെ കോൺഗ്രസ് തുടങ്ങിയിട്ട് മിന്നൽ പോലെ പോകും. അപ്പോൾ ലേറ്റസ്റ്റ് വാർത്തയിലേക്ക്. നമസ്കാരം, ഏഷ്യാവിഷൻ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ച ഏഷ്യാവിഷൻ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ അടപടലം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തെരുവുനായി ശല്യം. ഇതൊരു പരിഹരിക്കാൻ ആപത്ത് തലത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ വിഷയത്തെ പ്രതികരിക്കുന്ന കേരളത്തിൽ നിന്ന് സാംസ്കാരിക, സാമൂഹിക, സിനിമ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് പങ്കുചേരുന്നു. ആദ്യമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു നമ്മുടെ ശ്രീ ജാഫർ. ശ്രീ ജാഫർ, താങ്കൾ എങ്ങനെ നോക്കിയാണ് ഈ ഒരു ചർച്ചയെ? അഥവാ ഈ സ്കൂൾ കുട്ടികളെ പോകുന്ന ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു നായശല്യം, തെരുവുശല്യം, അത് എങ്ങനെ നോക്കിക്കാണുന്നത്? താങ്കളുടെ അഭിപ്രായം നോക്കണേ. ഈ മക്കളൊക്കെ എങ്ങനെ സ്കൂളിൽ പോയാ ഈ പെരുമാറ കഴിയുമുണ്ട് മക്കളെ സ്കൂളിൽ പോയി സാധിക്കും. ഞാൻ എന്റെ മക്കളോട് പറയുന്ന ഈ കാര്യം മക്കളെ പഠിക്കും എങ്ങനെയൊക്കെ നല്ല നിലയിലെത്തി കാണണം. ഇവിടെ ഈ പട്ടിയുടെ കാര്യം മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ സുരേഷ് കൃഷ്ണ താങ്കൾ എങ്ങനെ നോക്കി പ്രതിസന്ധി ഘട്ടം, താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം
പട്ടിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ത് ചോദ്യം പദവിയില്ല പദവിക്കാൻ നോക്കിയാൽ മതി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലും എനിക്കില്ല പോയി പാടുന്നത് എനിക്ക് നേരം പറഞ്ഞ അദ്ദേഹം കലിപ്പിലാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുന്നതിന് ശ്രീ എം വി ഗോവിന്ദൻ ചെയ്തു. ഗോവിന്ദൻ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കളുടെ ഒരു പ്രതിസന്ധികളാണ്? ആദ്യത്തെ പ്രശ്നമായിട്ടു തൊഴിലില്ലായ്മ. ഈ പ്രശ്നം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. അമൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ രീതിയിൽ അമൂർത്തമായി തോന്നുമ്പോൾ അമൂർത്തമായി സംഭവിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കഴിയുമ്പോൾ തിരിച്ചുവരാൻ താങ്കളിലേക്ക് ഈ വിഷയം ചോദിക്കുന്നത് പറയാൻ ശ്രീ എം എസ് റിപ്പോർട്ട് നൽകുന്നു. താങ്കൾ നോക്കി കാണുന്ന ഒരു പ്രതിസന്ധി ഘട്ടം കോളേജ് സ്കൂളുകളില്ലാത്തതുകൊണ്ട് തെരുവുമായിട്ടുള്ള ശരീരം ഒരു വഴി കൂടി പോകാൻ സാധിക്കാത്ത സാഹചര്യം നോക്കി കാണുന്നതാണ്. നന്ദി താങ്കളുടെ പ്രതികരിച്ചത്. സമയപരിമിതി മൂലം ഈ വാർത്തകൾ ഇവിടെ ചുരുക്കുന്നു. ഇനി ചില ശബ്ദാലയങ്ങൾ നമ്മുടെ പഴയകാല